നാടകത്തോട് അവൾക്ക് വല്ലാത്ത പ്രണയമായിരുന്നു. മരണത്തിലും എൻ്റെ ജെസ്സി നാടകത്തെ കൈവിട്ടില്ല. 14 അംഗ നാടകസംഘം സഞ്ചരിച്ചിരുന്ന മിനി ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട നടി ജെസ്സിയുടെ അമ്മയുടെ വാക്കുകളായിരുന്നു ഇത്. മകളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ മനമുരുകി കുട്ടിയമ്മ വിലപിക്കുമ്പോൾ കണ്ടുനിന്നവർക്കും കണ്ണീരടക്കാനായില്ല. നാടകനടിയെന്ന നിലയിൽ ജെസ്സി മോഹന് നിരവധി അവാർഡുകളും പുരസ്കാരങ്ങളും ലഭിച്ചിരുന്നു. കേരളത്തിലെ മികച്ച നാടക പ്രവർത്തകയ്ക്കുള്ള NB ത്രിവിക്രമൻ പിള്ള ഫൗണ്ടേഷൻ അവാർഡാണ് അവസാനമായി ലഭിച്ചത്. ജെസ്സിയുടെ അച്ഛൻ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ മൂളൂർ വീട്ടിൽ പരേതനായ ബേബിച്ചൻ നാടകനടനായിരുന്നു. മകളെ നാടകനടിയാക്കണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചു. അങ്ങനെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം 3-ാമത്തെ വയസ്സിലാണ് ജെസ്സി ആദ്യമായി നാടകത്തിനു വേണ്ടി മുഖത്ത് ചായമിടുന്നത്. ലോകം എന്തെന്നറിയാത്ത പ്രായത്തിൽ. സിനിമാ നടൻ ആലമൂടനും ബേബിച്ചനുമെല്ലാം അഭിനയിച്ച നാടകത്തിൽ നായകനടൻ്റെ മകളായിട്ടായിരുന്നു തുടക്കം. ജെസ്സി മോഹന് അവസാനമായി ലഭിച്ച ത്രിവിക്രമൻ പിള്ള ഫൗണ്ടേഷൻ്റെ അവാർഡുമായി അമ്മ കുട്ടിയമ്മ. 15-ാമത്തെ വയസ്സിലായിരുന്നു ഒരു നടിയെന്ന നിലയിൽ അരങ്ങത്തെത്തുന്നത്. തുടർന്ന് നീണ്ട 45 വർഷക്കാലം നാടകത്തിനൊപ്പം വേദികളിൽ നിന്ന് വേദികളിലേക്കുള്ള പ്രയാണമായിരുന്നു. കേരളത്തിലെ പ്രശസ്തമായ സമിതികളിലെല്ലാം പ്രവർത്തിച്ചു. നാടകലോകത്ത് വെച്ചാണ് പ്രശസ്ത നടനായ തേവലക്കര മോഹനുമായി പരിചയത്തിലാകുന്നത്. പരിചയം പ്രണയത്തിന് വഴിമാറിയതോടെ അവർ ജീവിത പങ്കാളികളായി. ഇരുവരും ചേർന്ന് കൊല്ലം സ്വാതി തിയേറ്റേഴ്സ് എന്ന നാടക സമിതിയുമായി മുന്നോട്ടു പോയി. എന്നാൽ 5 മാസം മുൻപ് മോഹനെ മരണം തട്ടിയെടുത്തു. കരൾ രോഗം ബാധിച്ചായിരുന്നു മരണം. തുടർന്ന് നടത്താൻ കഴിയാതെ നാടകസമിതി താൽക്കാലികമായി പിരിച്ചുവിട്ടു. നാടകത്തെ പിരിയാൻ ജെസ്സിക്കായില്ല. അവസാനം കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻ്റെ പുതിയ നാടകമായ വനിതാ മെസ്സിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപകടത്തിൻ്റെ രൂപത്തിൽ മരണം തട്ടിയെടുക്കുന്നത്. ഏകമകൾ സ്വാതി മോഹൻ വെള്ളിയാഴ്ച ഏറെ വൈകിയും അമ്മയുടെ വിയോഗം അറിഞ്ഞിട്ടില്ല. മരുമകൻ അനു കണ്ണൂരിലേക്ക് പോയിരിക്കുകയാണ്. നാടകത്തിൽ നിന്ന് ഒന്നും സമ്പാദിക്കാൻ കഴിയാതെ പോയ ജെസ്സി ഓച്ചിറ വലിയ കുളങ്ങര കലാമന്ദിർ എന്ന വാടക വീട്ടിലായിരുന്നു താമസം.